പ്ലസ് 1 വിദ്യാർത്ഥികളെ, സോഷ്യോളജിയുടെ ആദ്യ പാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 6 മാർക്കിനൊക്കെ വരുന്ന ചോദ്യങ്ങളെ വിശകലനം ചെയ്യുക. ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. അതോ നിങ്ങൾ പഠിച്ച കാര്യമാണെങ്കിൽ ഇത് കേൾക്കാൻ നിൽക്കരുത്, അത് പിന്നെ സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യം നോക്കുക. പിന്നെ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല, വേണമെങ്കിൽ അൺലൈക്ക് ചെയ്യുക. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. 5ാമത്തെ ചാപ്റ്ററിലൊരു ചോദ്യമാണ് ട്രയാങ്കുലേഷൻ, ത്രികോണമാപ്പനം. ഇറ്റ് ഈസ് എ റീസെൻറ്റ് ട്രെൻഡ് ഇൻ സോഷ്യൽ സയൻസ്. ഇത് സോഷ്യൽ സയൻസിലെ അടുത്ത കാലത്ത് വന്നൊരു ട്രെൻഡാണ്. ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ, ടു യൂസ് മൾട്ടിപ്പിൾ മെത്തേഡ്സ് ടു കളക്ട് ഡാറ്റ ഓൺ ദ സെയിം റിസർച്ച് പ്രോബ്ലം. ഒരു ഗവേഷണത്തിനായി ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിനെയാണ് ട്രയാങ്കുലേഷൻ, ത്രികോണമാപ്പനം എന്ന് പറയുന്നത്. ഒരു ഗവേഷണത്തിനായി ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിനെയാണ് ത്രികോണമാപ്പനം എന്ന് പറയുന്നത്. ഒരു വിഷയത്തെ പല ദിശകളിൽ നിന്ന് നോക്കിക്കാണാൻ ഇത് സഹായിക്കുന്നു. മാത്രവുമല്ല, ഒരൊറ്റ രീതി ഉപയോഗിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഫലം ലഭിക്കുകയും ചെയ്യുന്നു. ഒരു രീതി ഉപയോഗിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഫലം ലഭിക്കുകയും ചെയ്യുന്നു. എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഗവേഷണത്തിനായി ഒന്നിലധികം രീതികൾ ഉപയോഗിക്കുന്നതിനാണല്ലോ ത്രികോണമാപ്പനം എന്ന് പറയുന്നത്. സർവേയും അഭിമുഖവും, സോഷ്യൽ സർവേയും അഭിമുഖവും ഒരു ഗവേഷണത്തിൽ ഉപയോഗിച്ചാൽ അതിന് ഏത് പേരാണ് വിളിക്കുക? ത്രികോണമാപ്പനം എന്നാണ് വിളിക്കുക. അതായത് ഒന്നിൽ കൂടുതൽ മെത്തേഡാണ് സർവേ, അഭിമുഖം. ഒന്നിലേക്കാൾ കൂടുതലല്ലേ, സർവേ മാത്രമല്ലല്ലോ, അഭിമുഖം കൂടി ഉൾപ്പെടുത്തി. അതിനെയാണ് ത്രികോണമാപ്പനം എന്ന് പറയുക. ക്ലിയർ അല്ലേ? പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ചോദ്യമാണ്, എന്താണ് തൊഴിൽ, വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഡെഫിനിഷൻ പോലും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം എഴുതിക്കണം. വേതനം പറ്റുന്ന ജോലിയാണ് തൊഴിൽ. അതെങ്കിലും എഴുതാൻ പറ്റൂലേ? വേതനം പറ്റുന്ന ജോലിയാണ് തൊഴിൽ. ഒരാൾക്ക് പൈസ കിട്ടുന്നുണ്ടോ? അതിനു വേണ്ടി അയാൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്നുണ്ടോ? ഇതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. വർക്ക് ആസ് ദ ക്യാരിയിങ് ഔട്ട് ഓഫ് ടാസ്ക് റിക്വയർസ് ദ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എഫേർട്ട് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊഡ്യൂസിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ഹ്യൂമൻ നീഡ്സ്. ഹ്യൂമൻ നീഡ്സിനെ, മാനുഷിക ആവശ്യങ്ങളെ നിറവേറ്റുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം ലക്ഷ്യമാക്കിക്കൊണ്ട് ചുമതലകൾ നിർവഹിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. മാനുഷിക ആവശ്യങ്ങളെ നിറവേറ്റുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം ലക്ഷ്യമാക്കിക്കൊണ്ട് ചുമതലകൾ നിർവഹിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എന്ന് നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ? എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ്. സ്റ്റഡി അബൌട്ട് വെൽത്ത്, അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലേ? അപ്പോൾ വർക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോ. ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ക്വസ്റ്റ്യനാണ്. അന്യവൽക്കരണം, എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അലിനേഷൻ, അന്യവൽക്കരണം. ആദ്യത്തെ പോയിന്റ് എഴുതി വെച്ചോ. അന്യവൽക്കരണം എന്നതിൻ്റെ ഉപജ്ഞാതാവ്, the term alienation was coined by കാൾ മാർക്സ്. അന്യവൽക്കരണം എന്ന പദത്തിൻ്റെ ടേമിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കാൾ മാർക്സ് ആണ്. വർക്കേഴ്സ് ലോസ് കൺട്രോൾ ഓവർ ഹൗ ടു ഓർഗനൈസ് ദെയർ ഓൺ വർക്ക് ആൻഡ് ദേ ലോസ് കൺട്രോൾ ഓവർ ദ ഫ്രൂട്ട്സ് ഓഫ് ദെയർ ലേബർ. അതായത് തൊഴിലാളികൾക്ക് സ്വന്തം തൊഴിലിന് മേലുള്ള നിയന്ത്രണവും അധ്വാന ഫലത്തിന് മേലുള്ള നിയന്ത്രണവും നഷ്ടപ്പെടുന്നതിനെയാണ് അന്യവൽക്കരണം എന്ന് പറയുക. തൊഴിലാളികൾക്ക് സ്വന്തം തൊഴിലിന് മേലുള്ള നിയന്ത്രണവും അധ്വാന ഫലത്തിന്മേലുള്ള നിയന്ത്രണവും നഷ്ടപ്പെടുന്നു. ഇങ്ങനെ സ്വന്തം ജീവിതം അന്യാധീനപ്പെട്ടു പോകുന്നതാണ് അന്യവൽക്കരണം. ഓക്കെ, തൊഴിലാളികൾക്ക് സ്വന്തം തൊഴിലിന് മേലുള്ള നിയന്ത്രണവും അധ്വാന ഫലത്തിന്മേലുള്ള നിയന്ത്രണവും നഷ്ടപ്പെടുന്നു. ഇങ്ങനെ സ്വന്തം ജീവിതം അന്യാധീനപ്പെട്ടു പോകുന്നതാണ് അന്യവൽക്കരണം. അന്യവൽക്കരണം മീൻസ് സെപ്പറേഷൻ, വേറിടൽ എന്നാണ് അർത്ഥം. അന്യവൽക്കരണം എന്ന പദത്തിനർത്ഥം വേറിടൽ എന്നാണ്. 4 തരത്തിൽ അന്യവൽക്കരണമുണ്ട്. 4 തരത്തിൽ അന്യവൽക്കരണമുണ്ട്. ഒന്ന് ഫ്രം നാച്ചർ, പ്രകൃതിയിൽ നിന്നുള്ള അന്യവൽക്കരണം. മറ്റൊന്ന് പരസ്പരം അന്യവൽക്കരിക്കപ്പെടുന്നു, മനുഷ്യർ പരസ്പരം അന്യവൽക്കരിക്കപ്പെടുന്നു. ഒന്ന് പറഞ്ഞു പ്രകൃതിയിൽ നിന്ന്, മറ്റൊന്ന് പറഞ്ഞു മനുഷ്യർ പരസ്പരം അന്യവൽക്കരിക്കപ്പെടുന്നു. 3 അധ്വാന ഫലത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്നു. 4 മനുഷ്യർ അവരവരിൽ നിന്ന്, ദംസെൽഫ്, അവരവരിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ?
സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇതില്ലാത്തൊരു ചോദ്യപേപ്പർ സോഷ്യോളജിയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാവുന്നൊരു ചോദ്യമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ സി റൈറ്റ് മിൽസ് ആണ് ഈ സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുള്ളത്. വർഷം 959 അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ഗ്രന്ഥത്തിലാണ് വ്യക്തിയും സമൂഹവും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്. ഇതിനെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുക. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിയും സമൂഹവും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വ്യക്തിയുടെ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. വ്യക്തിയുടെ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഇനി കൂടുതൽ പോയിന്റ് എഴുതണമെങ്കിൽ ഇതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിന് സ്വാധീനമുണ്ട്. ഒരു കാര്യത്തെ സാമൂഹ്യപരമായി വീക്ഷിക്കാനുള്ള കഴിവാണിത്. അപ്പോൾ ഒരു വ്യക്തിക്ക് സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കാനും സ്വയം മുന്നേറാനും കഴിയുന്നു. ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ഈ വീക്ഷണം സഹായിക്കുന്നു. ഇതൊക്കെ വേണമെങ്കിൽ കൂടുതൽ മാർക്കുകൾ ചോദിക്കുകയാണെങ്കിൽ എഴുതാം. സമൂഹത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായ നിരീക്ഷണത്തിന് ഈ വീക്ഷണം സഹായിക്കുന്നു. ചുരുക്കത്തിൽ വ്യക്തിയും സമൂഹവും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വ്യക്തിയുടെ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. മാത്രമല്ല, ആൻ ഇൻഡിവിജ്വൽ ഈസ് നോട്ട് ദ ഓൺലി പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇഷ്യൂ ഫേസ്ഡ് ബൈ ഹിം. ഒരു വ്യക്തി അവൻ മാത്രമല്ല പ്രശ്നം. അവനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് സമൂഹത്തിൻ്റെ കൂടി പ്രശ്നങ്ങളാണ് എന്നാണ് പറയുന്നത്. ഉദാഹരണം, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ഹോംലെസ്നെസ്, വീടില്ലായ്മ. ഇതൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, സമൂഹം കൂടി അതിൽ പങ്കാളിയാണ്. ഇവനിക്ക് ഇങ്ങനെ ആകാൻ കാരണം സമൂഹം കൂടിയാണ് എന്നാണ് സി റൈറ്റ് മിൽസ് 959 അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന ഗ്രന്ഥത്തിലൂടെ പറയുന്നത്. ഓക്കെ, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എക്സ്പ്ലെയിൻസ് ഹൗ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ആർ ഡയലക്റ്റിക്കലി ലിങ്ക്ഡ്. കോയിസായ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അഗ്രഗേറ്റ് അല്ലെങ്കിൽ സഞ്ചയം, ഇങ്ങനെയൊക്കെയാണ് എക്സാം ചോദിക്കുക. കോയിസായ് ഗ്രൂപ്പ്, അഗ്രഗേറ്റ്, അർദ്ധസംഘങ്ങൾ, അഗ്രഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ സഞ്ചയം. ഇതേത് ചോദിച്ചാലും ഒരേ കാര്യം തന്നെയാണ്. കളക്ഷൻസ് ഓഫ് പീപ്പിൾ ഹു ആർ ഇൻ ദ സെയിം പ്ലേസ് അറ്റ് ദ സെയിം ടൈം ബട്ട് ഷെയർ നോ ഡെഫിനിറ്റ് കണക്ഷൻ വിത്ത് ഓൺ അനദർ. ഉദാഹരണം, പാസഞ്ചേഴ്സ് വെയിറ്റിംഗ് അറ്റ് എ റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ബസ് സ്റ്റോപ്പ്, എ സിനിമ ഓഡിയൻസ്. പരസ്പരം നിശ്ചിത ബന്ധമില്ലാതെ ഒരേ സമയം ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ജനക്കൂട്ടത്തെയാണ് സഞ്ചയം, അഗ്രഗേറ്റ് എന്ന് പറയപ്പെടുന്നത്. ഉദാഹരണം, റെയിൽവേ സ്റ്റേഷനിലോ വിമാനത്താവളത്തിലോ ബസ് സ്റ്റോപ്പിലോ കാത്തു നിൽക്കുന്ന യാത്രക്കാർ, സിനിമ ഓഡിയൻസ്. ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഈ ചാപ്റ്ററിൽ നിന്ന്, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് സോഷ്യൽ ഗ്രൂപ്പ് എന്നാൽ എന്ത്, ആൻഡ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. വ്യത്യസ്ത തരം സാമൂഹിക സംഘങ്ങൾ. അതിൽ വരുന്ന എസ് എ ടൈപ്പ് ചോദ്യം ചോദിക്കും. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, പ്രാഥമിക സംഘം, ദ്വിതീയ സംഘം, അതേപോലെ സമുദായം, സമൂഹം, കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, സ്വഗണം, അന്യഗണം, പിയർ ഗ്രൂപ്പ്, സമപ്രായക്കാർ. ഇതൊക്കെ പഠിച്ചു വെക്കണം. സോഷ്യൽ ഗ്രൂപ്പിൻ്റെ ഒരു ടൈപ്സാണ് റെഫറൻസ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ സൂചിതഗണം എന്നൊക്കെ പറയും. ഇത് ചില ഗണങ്ങൾ, ചില ഗ്രൂപ്പുകൾ മറ്റ് ഗ്രൂപ്പുകളെ നിരീക്ഷിക്കുകയും അവരെ പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ആ ഗണത്തിൻ്റെ ജീവിത രീതികൾ അനുകരിക്കുന്നു. ഇതിനെയാണ് സൂചിതഗണം, റെഫറൻസ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുക. സർട്ടൻ പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി ഒബ്സർവ് അതർ ഗ്രൂപ്പ്സ് ആസ്പിർ ടു ബി ലൈക്ക് ദം. അവരെ പോലെയാകാൻ ശ്രമിക്കുന്നു. ദ ഗ്രൂപ്പ്സ് ഹൂസ് ലൈഫ് സ്റ്റൈൽ ആർ ഇമിറ്റേറ്റഡ് ആർ നോൺ ആസ് റെഫറൻസ് ഗ്രൂപ്പ്. അവരെ പോലെ ആകാൻ ശ്രമിക്കുന്ന അവരുടെ ജീവിത രീതികൾ അനുകരിക്കുന്നു. ഇതിനെയാണ് സൂചിതഗണം എന്ന് പറയുന്നത്. ഉദാഹരണം കൂടി എഴുതി വെക്കണം, എന്നാലാണ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ക്രിക്കറ്റ് കളിക്കാർ, അല്ലെങ്കിൽ സിനിമ ആക്ടേഴ്സ്, സിനിമാ നടന്മാർ എങ്ങനെയാണ് നടക്കുന്നത് അതേപോലെ ആവാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ സമൂഹത്തിലെ ചില ആളുകൾ അതേപോലെ ആകാൻ, അവരെ പോലെ നിരീക്ഷിച്ച് അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നു. അവരുടെ ഡ്രസ് സ്റ്റൈൽ, ഒരു പുതിയ ഡ്രസ് മോഡൽ വന്നു, എന്നാൽ നമ്മളും എന്ത് ചെയ്യുന്നു, അതേപോലെ ആകാൻ ശ്രമിക്കുന്നു. ഇതിനെയാണ് സുചിതഗണം, റെഫറൻസ് ഗ്രൂപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാറ്റസ് എന്താണ്, പദവി എന്താണ്?
Status is a position an individual has in society or in a group. ഒരു വ്യക്തിക്ക് സമൂഹത്തിലോ ഗണത്തിലോ ഉള്ള സ്ഥാനത്തെയാണ് പദവി എന്നറിയപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് സമൂഹത്തിലോ ഗണത്തിലോ ഉള്ള സ്ഥാനത്തെയാണ് പദവി എന്ന് പറയപ്പെടുന്നത്. എവറി സൊസൈറ്റി ആൻഡ് എവറി ഗ്രൂപ്പ് ഹാസ് മെനി സച്ച് പൊസിഷൻസ്. ഓരോ ഗ്രൂപ്പും, എല്ലാ ഗ്രൂപ്പും പല ഗ്രൂപ്പും പല പൊസിഷനാണുള്ളത് അല്ലേ? അപ്പോൾ ഓരോ ഗണത്തിനും അത്തരത്തിലുള്ള ധാരാളം സ്ഥാനങ്ങൾ, പദവികളുണ്ട്. മാത്രമല്ല ഓരോ വ്യക്തിയും അത്തരത്തിലുള്ള പല സ്ഥാനങ്ങളും വഹിക്കുന്നുണ്ട് അല്ലേ? നോക്കാം. സ്റ്റാറ്റസ് ഈസ് ഒക്കുപ്പൈഡ് ബട്ട് റോൾസ് ആർ പ്ലേഡ്. ഇനി നോക്കാം, ഇത്രയെങ്കിലും എഴുതി വെക്കണം. ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള സ്ഥാനമാണ് പദവി, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഒരു വ്യക്തിക്ക് സമൂഹത്തിലോ ഗണത്തിലോ ഉള്ള സ്ഥാനത്തെയാണ് പദവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഓരോ പദവിക്കും വ്യക്തമായി നിർവചിക്കപ്പെട്ട അവകാശങ്ങളും കടമകളും നൽകപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം ധാരാളമുണ്ട്. ടീച്ചർ, പോലീസ് ഓഫീസർ, മാതാവ്, വിദ്യാർത്ഥി. ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട്, ഓരോ സ്ഥാനങ്ങളുണ്ട് അല്ലേ? ഓരോ സ്ഥാനങ്ങളുണ്ട്, ഓരോ പദവിയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് റോൾ എന്താണ് എന്നാണ്. എ റോൾ ഈസ് ദ ഡൈനാമിക് ഓർ ദ ബിഹേവിയറൽ ആസ്പെക്ട് ഓഫ് സ്റ്റാറ്റസ്. റോൾ ആർ പ്ലേഡ്. People perform their roles according to social expectation. Status is occupied but roles are played. പദവിയുടെ പെരുമാറ്റ തലമാണ് പങ്ക്. എ റോൾ ഈസ് ദ ഡൈനാമിക് അല്ലേ? പദവിയുടെ പെരുമാറ്റ തലമാണ് പങ്ക്. പഠിച്ചു വെച്ചോ, പദവിയുടെ പെരുമാറ്റ തലമാണ് പങ്ക്. മാത്രമല്ല സ്റ്റാറ്റസ് ഈസ് ഒക്കുപ്പൈഡ് എന്ന് പറയുന്നു. പദവികൾ വഹിക്കാനുള്ളതാണ്, പങ്ക് നിർവഹിക്കാനുള്ളതാണ്. പദവി എന്നൊരു സ്ഥാനം വഹിക്കാനുള്ളതാണ്. പങ്ക് എന്ന് പറഞ്ഞാൽ കടമ ചെയ്യുക എന്നുള്ളതാണ്, നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പദവിയുടെ കീഴിലും അവർ ചെയ്യേണ്ട കടമകളും ഉത്തരവാദിത്തമുണ്ട്. ഒരു പോലീസ് ഓഫീസർക്ക് അവർ ചെയ്യേണ്ട കടമകളുണ്ട്. ആ ധർമ്മം, റോള് അവർ നിർവഹിക്കേണ്ടി വരുന്നു. ഒരു മാതാവ്, നേരത്തെ പറഞ്ഞ സ്ഥാനത്തിൽ പറഞ്ഞൊരു മാതാവ്, പദവിയിൽ പറഞ്ഞ മാതാവിന് ഓരോ കടമയുണ്ട്, ചെയ്യേണ്ട കടമയുണ്ട്. ഒരു ടീച്ചർക്ക് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കടമ, പങ്ക്. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റത്തെയാണ് പങ്ക് എന്ന് പറയപ്പെടുന്നത്. ഒരു പ്രത്യേക പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റത്തെയാണ് പങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? കുട്ടികളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു വീഡിയോ നാം ചെയ്തിരുന്നു, കഴിഞ്ഞ 10 വർഷത്തെ ചോദ്യങ്ങൾ ചർച്ച ചെയ്തിട്ട്. വൺ വേർഡ് ചോദ്യങ്ങൾ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ മുഴുവൻ ഇതുവരെ ഒരു ചാനലിലും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മാച്ച് ദ ഫോളോവിങ്, ചേരുംപടി ചേർക്കാനുള്ള ചോദ്യം അതിൽ പെട്ടിട്ടുണ്ട്. എന്തായാലും അത് കാണണം, അത് പഠിക്കണം കേട്ടോ. ഓക്കെ, ഇതിത്രയേ ഉള്ളൂ. അടുത്ത പാർട്ടുമായി വീണ്ടും കാണാം. താങ്ക് യു.